റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ഉപരിതലത്തിൽ നിന്ന് 100 കണക്കിന് അടി താഴെ ഒളിച്ചിരുന്ന് ഇന്ത്യയെ ആക്രമിക്കാമെന്ന് കരുതിയവരുടെ ഉറക്കം കെടുത്താൻ പോകുന്ന ആ വാർത്ത പുറത്തു വന്നു കഴിഞ്ഞു. DRDOയുടെ സ്മാർട്ട് ടോർപിഡോ ഇപ്പോൾ അതിൻ്റെ അവസാനഘട്ട പരീക്ഷണങ്ങൾക്ക് പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. അതേ സുഹൃത്തുക്കളെ, ശത്രുക്കൾ ഭയത്തോടെയും ആശങ്കയോടെയും നിരീക്ഷിച്ചു കൊണ്ടിരുന്ന ഇന്ത്യയുടെ ആ ആയുധം അതിൻ്റെ അന്തിമ യുദ്ധമുഖത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. സൂപ്പർസോണിക് മിസൈൽ അസിസ്റ്റഡ് റിലീസ് ഓഫ് ടോർപിഡോ അഥവാ സ്മാർട്ട് SMART കേവലം ഒരു മിസൈലോ ടോർപിഡോയോ അല്ലിത്. അണ്ടർ വാട്ടർ വാർഫെയറിൻ്റെ സമവാക്യങ്ങൾ പൂർണ്ണമായും തിരുത്തി എഴുതുന്ന ഒരു മിലിറ്ററി മാസ്റ്റർ പീസാണ്. എന്തുകൊണ്ടാണ് ഈ ഒരൊറ്റ ആയുധം പാകിസ്ഥാനെയും ചൈനയും ഇത്രമേൽ ഭയപ്പെടുത്തുന്നത്? ഇത് നമുക്ക് ആഴത്തിലൊന്ന് പരിശോധിക്കാം. സുഹൃത്തുക്കളെ നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ DRDO ശാസ്ത്രജ്ഞന്മാർ 2020 മുതൽ ഈ പ്രൊജക്റ്റിൽ അത്ഭുതങ്ങളാണ് പ്രവർത്തിച്ചത്. 2020 ഒക്ടോബർ 5 ആദ്യത്തെ സുപ്രധാന വിക്ഷേപണത്തിൽ തന്നെ മിസൈലിൻ്റെ എയർബോൺ റിലീസ് മെക്കാനിസം 100% കൃത്യതയോടെ പ്രവർത്തിച്ചു. 2021 ഡിസംബർ 13 മിസൈലിൻ്റെ ലോങ് റേഞ്ച് ശേഷിയും വായുവിൽ വെച്ച് തന്നെ വേഗത പെട്ടെന്ന് കുറയ്ക്കുന്ന തന്ത്രപരമായ സാങ്കേതിക വിദ്യയും, അതായത് വെലോസിറ്റി റിഡക്ഷൻ മെക്കാനിസം വിജയകരമായിട്ട് പരീക്ഷിച്ചു. 2024 മെയ് 1 ഈ പരമ്പരയിലെ ഏറ്റവും നിർണായകമായ 5ാമത്തെ ഫ്ലൈറ്റ് ടെസ്റ്റ് ഒഡീഷ തീരത്ത് നടന്നു. മൊബൈൽ കോസ്റ്റൽ ലോഞ്ചറിൽ നിന്ന് കുതിച്ചുയർന്ന മിസൈൽ അതിൻ്റെ എല്ലാ ഘടകങ്ങളുടെയും കൃത്യത തെളിയിച്ചു. ഒരു മിലിറ്ററി എഞ്ചിനീയറിംഗ് വീക്ഷണത്തിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം എന്തെന്നാൽ സ്മാർട്ടിൻ്റെ ഇന്ന് വരെ നടന്ന എല്ലാ മുൻകാല പരീക്ഷണങ്ങളും വിജയമായിരുന്നു. നിർദ്ദേശിക്കപ്പെട്ട എല്ലാ പാരാമീറ്ററുകളും പ്രതീക്ഷിച്ചതിലും ഉയർന്ന നിലവാരത്തിൽ തന്നെ രാജ്യം കൈവരിച്ചു. ഈ അപൂർവ വിജയമാണ് ഇപ്പോൾ ഇതിനെ നേരിട്ട് യുദ്ധസജ്ജമാക്കുന്ന ഫൈനൽ ട്രയൽസിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സാങ്കേതിക വിദ്യയുടെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. സ്മാർട്ട് ഒരു സിമ്പിൾ മിസൈൽ ലോഞ്ച് അല്ല. മിസൈൽ ഉയരണം, കറക്റ്റ് പാത്തിൽ പറക്കണം, ടാർഗറ്റ് സോണിൻ്റെ സമീപം എത്തണം, പേലോഡ് സെക്ഷൻ ഓപ്പൺ ചെയ്യണം, ടോർപിഡോ ശരിയായിട്ട് റിലീസ് ചെയ്യണം, പാരഷ്യൂട്ട് ഡിപ്ലോയ് ചെയ്യണം, ടോർപിഡോ ഡാമേജ് ആകാതെ പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങണം. ഈ ചെയിനിൽ ഒരു ഘട്ടം പോലും തെറ്റിയാൽ മിഷൻ ഫെയിലാകാം. അതുകൊണ്ട് സ്മാർട്ടിൻ്റെ ഓരോ സക്സസ്ഫുൾ ട്രയൽസും ഇന്ത്യയുടെ മിസൈൽ ടെക്നോളജിക്കും ടോർപിഡോ ഇൻ്റഗ്രേഷൻ കേപ്പബിലിറ്റിക്കും വലിയൊരു നേട്ടമാണ്. ഇനി നമുക്ക് സ്മാർട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊന്ന് നോക്കാം. ഒരു ശത്രുവിൻ്റെ സബ്മറീൻ ദൂരെയായിട്ട് ഡിറ്റക്ട് ചെയ്തു എന്ന് കരുതുക. സാധാരണ 40-50 കിലോമീറ്റർ റേഞ്ചുള്ള ലൈറ്റ് വെയ്റ്റ് ടോർപിഡോയ്ക്ക് അത്രയും ദൂരം എത്താൻ കഴിയില്ല. അപ്പോൾ ഇത് വഹിക്കുന്ന ഷിപ്പ് അല്ലെങ്കിൽ ഹെലികോപ്റ്റർ ഈ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് പോകേണ്ടി വരും. പക്ഷേ സബ്മറീൻ്റെ അടുത്തേക്ക് പോകുന്നത് വലിയ റിസ്ക്കാണ്. സബ്മറീൻ ഒളിച്ചിരിക്കും, അതിലും ടോർപിഡോ ഉണ്ടാകും, നമ്മുടെ കപ്പലിനെയോ വിമാനത്തിനെയോ ആക്രമിക്കാനും പറ്റും. സ്മാർട്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യും. സ്മാർട്ട് മിസൈൽ ലോഞ്ച് ചെയ്യുന്നു. മിസൈൽ സൂപ്പർസോണിക് സ്പീഡിൽ ടാർഗറ്റ് ഏരിയയിലേക്ക് പറക്കുന്നു. ടാർഗറ്റ് സോണിൻ്റെ അടുത്തെത്തുമ്പോൾ മിസൈലിൻ്റെ അകത്തുള്ള ലൈറ്റ് വെയ്റ്റ് ടോർപിഡോയെ റിലീസ് ചെയ്യും. പാരഷ്യൂട്ട് ഉപയോഗിച്ച് ടോർപിഡോ സേഫായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങും. വെള്ളത്തിനകത്ത് എത്തിയ ശേഷം ടോർപിഡോ സ്വന്തം സോണാർ സീക്കർ ഉപയോഗിച്ച് സബ്മറീനെ ട്രാക്ക് ചെയ്യും, ടാർഗറ്റ് ചെയ്യും, ഹണ്ട് ചെയ്യും. എന്താണ് ഈ സ്മാർട്ട് സിസ്റ്റത്തെ ഇത്രമേൽ മാരകമാക്കുന്നത്? ഇതിൻ്റെ എഞ്ചിനീയറിങ്ങും ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസും കൂടി നമുക്കൊന്ന് അറിഞ്ഞിട്ട് പോകാം. ഒന്നാമത് 2 സ്റ്റേജ് പ്രൊപ്പൽഷൻ. ഇതിൻ്റെ 1ാം ഘട്ടം മിസൈലിനെ വളരെ പെട്ടെന്ന് തന്നെ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തും. 2ാം ഘട്ടം അതിനെ ലക്ഷ്യസ്ഥാനത്തേക്ക് നിയന്ത്രിത വേഗതയിൽ നയിക്കും. രണ്ടാമതായിട്ട് ഇതിൻ്റെ സൂപ്പർസോണിക് വേഗത 2.5 മാക്ക് സ്പീഡ്. അതായത് വായുവിൽ ഈ മിസൈൽ സഞ്ചരിക്കുന്നത് മണിക്കൂറിൽ ഏകദേശം 3000 കിലോമീറ്ററിലധികം വേഗതയിലാണ്. എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ സോണാർ സിസ്റ്റം കപ്പലിൻ്റെ സാന്നിധ്യം തിരിച്ചറിയും മുമ്പ് തന്നെ മുകളിൽ നിന്ന് മരണം പറന്നെത്തിയിരിക്കും. പിന്നെ ഇതിൻ്റെ വിപ്ലവകരമായ ദൂരപരിധി. സാധാരണ ആൻറ്റി സബ്മറീൻ ടോർപിഡോകളുടെ പരിധി വെറും 20 മുതൽ 50 കിലോമീറ്റർ വരെ മാത്രമാണ്. എന്നാൽ ആഴത്തിലുള്ള അന്താരാഷ്ട്ര നാവിക റിസർച്ചുകൾ സ്ഥിരീകരിക്കുന്നതനുസരിച്ച് സ്മാർട്ട് സിസ്റ്റത്തിൻ്റെ ഒഫീഷ്യൽ സ്ട്രൈക്ക് റേഞ്ച് 643 കിലോമീറ്ററാണ്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന പരിധിയാണ്. ഇതുകൂടാതെ ഇതിലൊരു 2-വേ ഡേറ്റ ലിങ്ക് ഉണ്ട്. മിസൈൽ വായുവിലൂടെ പറക്കുമ്പോൾ ശത്രുക്കളുടെ അന്തർവാഹിനി വെള്ളത്തിനടിയിലൂടെ സ്ഥാനം മാറ്റിയാൽ പോലും ഇന്ത്യൻ നാവികസേന വിമാനങ്ങളിൽ നിന്നോ ഉപഗ്രഹങ്ങളിൽ നിന്നോ ഉള്ള ലൈവ് വിവരങ്ങൾ സ്വീകരിച്ച് വായുവിൽ വെച്ച് തന്നെ മിസൈലിന് അതിൻ്റെ പാത സ്വയം മാറ്റാനായിട്ട് സാധിക്കും.
അതുപോലെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ മിസൈൽ റിലീസ് ചെയ്യുന്നത് താൽ ഷൈന എന്ന അഡ്വാൻസ്ഡ് ലൈറ്റ് വെയ്റ്റ് ടോർപിഡോയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാറ്റഗറിയിലുള്ള ടോർപിഡോയോ ആയിരിക്കും. വെള്ളത്തിൽ വീണാലുടൻ ഇതിൻ്റെ ആക്റ്റീവ് പാസീവ് അക്വസ്റ്റിക് സോണാർ ഓണാകുകയും സബ്മറീനുകളിൽ നിന്നുള്ള ചെറിയ ശബ്ദം പോലും തിരിച്ചറിഞ്ഞ് അതിലേക്ക് കുതിച്ച് കയറുകയും ചെയ്യും. ഇനി ഇതിൻ്റെ യുദ്ധതന്ത്രപരമായ പ്രാധാന്യം ഞാൻ വിശദീകരിക്കാം. കടലിൽ കപ്പലുകൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ഏറ്റവും വലിയ ഭീഷണി ടോർപിഡോ വെനമാണ്. ശത്രുവിൻ്റെ സബ്മറീന് നമ്മുടെ കപ്പലിനെ ആക്രമിക്കാനായിട്ട് അതിൻ്റെ ടോർപിഡോ പരിധിയായിട്ടുള്ള 40 കിലോമീറ്റർ അല്ലെങ്കിൽ 50 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരണം. എന്നാൽ ഇന്ത്യയുടെ കയ്യിൽ 643 കിലോമീറ്റർ ദൂരപരിധിയുള്ള സ്മാർട്ട് ഉള്ളപ്പോൾ ശത്രു സബ്മറീൻ നമ്മുടെ കപ്പലുകളെ ദൂരത്ത് നിന്ന് കാണാൻ പോലും സാധിക്കാത്ത അത്രയും അകലെ വെച്ച് നമുക്കവരെ തകർക്കാൻ സാധിക്കും. ചൈനയുടെ പക്കൽ CY സീരീസ് പോലെയുള്ള ആൻറ്റി സബ്മറീൻ റോക്കറ്റുകൾ ഉണ്ടെങ്കിലും അവയുടെ പരമാവധി പരിധി 100 കിലോമീറ്റർ മാത്രമാണ്. പാകിസ്ഥാന്റെ പക്കൽ സ്വന്തമായ ഒരു സാങ്കേതിക വിദ്യയുമില്ല. അവർ പൂർണ്ണമായും ചൈനീസ് ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 600-ലധികം കിലോമീറ്റർ ദൂരത്തേക്ക് കരയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന സ്മാർട്ട് സിസ്റ്റം ഇന്ത്യക്ക് നൽകുന്നത് സമാനതകളില്ലാത്ത പ്രതിരോധ മേധാവിത്വമാണ്. ഇതിനെയാണ് മിലിറ്ററി ഭാഷയിൽ ആൻറ്റി ആക്സസ് ഏരിയ ഡിനയൽ A2AD എന്ന് വിളിക്കുന്നത്. അതായത് ഇന്ത്യൻ സമുദ്രത്തിലേക്ക് ശത്രുവിൻ്റെ ഒരു അന്തർവാഹിനിയും പ്രവേശിക്കാൻ ധൈര്യപ്പെടാത്ത തരത്തിലുള്ള ഒരു തദ്ദേശീയ സുരക്ഷാ മതിലാണ് DRDO ഇവിടെ തീർത്തിരിക്കുന്നത്. നിലവിൽ ഇതൊരു ട്രക്ക് മൗണ്ടഡ് മൊബൈൽ കോസ്റ്റൽ ലോഞ്ചർ വഴിയാണ് പരീക്ഷിക്കുന്നത്. നമ്മുടെ നീണ്ട തീരപ്രദേശങ്ങളിൽ എവിടെ വേണമെങ്കിലും ഈ ട്രക്കുകൾ ഒളിപ്പിച്ച് നിർത്താം. ശത്രു കപ്പലുകൾക്ക് ഇവയെ കണ്ടെത്തുക അസാധ്യമാണ്. എന്നാൽ ഇതിൻ്റെ അടുത്ത ഘട്ടം ഇതിലും ഭയാനകമാണ്. ഭാവിയിൽ ഇന്ത്യൻ നാവികസേനയുടെ വലിയ യുദ്ധക്കപ്പലുകളിലും സുഖോയ് 30 MKI അല്ലെങ്കിൽ P-8I പോലെയുള്ള ദീർഘദൂര പട്രോളിംഗ് വിമാനങ്ങളിലും സ്മാർട്ട് സിസ്റ്റം ഘടിപ്പിക്കാൻ പോവുകയാണ്. ഒരു വിമാനത്തിൽ നിന്ന് ഇത്തരം ഒരു സൂപ്പർസോണിക് മിസൈൽ ടോർപിഡോ വിക്ഷേപിച്ചാൽ അതിൻ്റെ ദൂരപരിധി പിന്നെയും വർദ്ധിക്കും. അതായത് പസഫിക് സമുദ്രത്തിൻ്റെ അതിരുകളിൽ വരെ ചൈനീസ് സബ്മറീനുകളെ വേട്ടയാടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കും എന്ന് ചുരുക്കം. സ്കൈ സ്പീഡ് സീ സ്ട്രൈക്ക്, ആകാശത്തിൻ്റെ വേഗതയിൽ വന്ന് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ പ്രഹരിക്കുന്ന സ്മാർട്ട് ശത്രുക്കളുടെ സബ്മറീനുകളെ വെറും കടലാസ് തോണികളാക്കി മാറ്റാൻ ശേഷിയുള്ളതാണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ഇന്ത്യ കൈവരിച്ച ഏറ്റവും മാരകമായ ആയുധങ്ങളിൽ ഒന്നാണ് ഇത്. ശത്രുക്കൾ ഭയത്തോടെയും അസൂയയോടെയും നോക്കുന്ന ഈ അത്യാധുനിക പ്രതിരോധ കവചം ഇന്ത്യൻ നാവികസേനയുടെ പക്കലെത്തുന്നതോടെ നമ്മുടെ സമുദ്ര അതിർത്തികൾ കൂടുതൽ ശക്തവും സുരക്ഷിതവുമാകും. ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെയും സൈന്യത്തിൻ്റെയും ഈ സമാനതകളില്ലാത്ത നേട്ടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിമാന നിമിഷങ്ങൾ താഴെ കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്തുക. പ്രതിരോധ മേഖലയിലെ ഇതുപോലെയുള്ള ആഴത്തിലുള്ള വിശകലനങ്ങൾക്കായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.